പുതിയ എഴുത്തുകാർ സാഹിത്യ മേഖലയിലേക്ക് കടന്നു വരണമെന്ന് പ്രശസ്ത സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്റർ പറഞ്ഞു. മൂത്തയിടത്ത് സുരേഷ് ബാബു രചിച്ച സ്വർണ്ണലത സംഗീത ജീവിതം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു വിദ്യാധരൻ മാസ്റ്റർ. സിനിമാ പിന്നണി ഗായികയായിരുന്ന സ്വർണ്ണലത എന്ന ഗാനഗോകുലത്തെക്കുറിച്ചുള്ള സുരേഷ് ബാബുവിന്റെ വിവരണം വർണ്ണനാതീതമാണെന്നും വിദ്യാധരൻ മാസ്റ്റർ പറഞ്ഞു. പെട്ടെന്ന് പഠിച്ചെടുത്ത ഹമ്മിങ് പോർഷൻ പാടുന്നു. പാടി കഴിയുമ്പോൾ കുറച്ചൊക്കെ ക്ലാസിക്കൽ രാഗ സംബന്ധമായ കാര്യം പാട്ടുകാർക്കൊക്കെ ഈ കർണാടക സംഗീതം പഠിച്ച ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു ചെറിയ ദോഷം എന്ന് പറഞ്ഞുകൂടാ, അവരുടെ ഒരു സ്വഭാവം രാഗസുഖങ്ങൾ നമ്മൾ അറിയിക്കാൻ വേണ്ടി വെക്കുന്നത്. അപ്പം അത് ഗമക പ്രധാനമുള്ളതാണ് ഈ കർണാടക സംഗീതം. കീർത്തനവും കൃതികളൊക്കെ പാടുമ്പോൾ ഗമകം ഇല്ലാതെ രാഗവും പാടാൻ പറ്റില്ല. ഈ ഗമക ശുദ്ധം ഉള്ള കർണാടക സംഗീതത്തിന് ഗമകം രണ്ട് പാട്ട് കേൾക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ലൈറ്റ് മ്യൂസിക് വേർഷൻ വരുമ്പോൾ ഗമകമേ വരാൻ പാടില്ല. വളരെ സിമ്പിളായിട്ട് ഒരു പാടി പോകേണ്ട സംഭവമാണ് ലൈറ്റ് മ്യൂസിക്. അപ്പം അതിലൊരു പാട്ട് വന്നപ്പോൾ അത് ആ ഒരു പോർഷൻ കുറച്ച് ഗമകത്തിൽ പാടുന്ന രീതിയിൽ പാടിയപ്പോൾ 3-4 പ്രാവശ്യം പാടിയപ്പോൾ ദാസനം തന്നെ മോളെ അങ്ങനെയല്ല എന്ന് പറഞ്ഞ ദാസനം പിന്നെ ദാസന പറഞ്ഞു. വിദ്യാധരൻ മാസ്റ്റർ ചലച്ചിത്ര പിന്നണി ഗായകൻ പ്രണവ് ശശിക്ക് ആദ്യ പുസ്തകം കൈമാറി പ്രകാശന കർമ്മം നിർവഹിച്ചു. മാതൃഭൂമി യൂണിറ്റ് മാനേജർ RP മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കേരള സാഹിത്യ അക്കാദമി ജേതാവ് VKK രമേശ്, N സുസ്മിത, നോബിൾ ജോസ്, PSC അണ്ടർ സെക്രട്ടറി KR സബിത തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. V ഹരിഗോവിന്ദൻ ആമുഖ പ്രഭാഷണം നടത്തി. പുസ്തക രചയിതാവ് മൂത്തയിടത്ത് സുരേഷ് ബാബു സമാപന പ്രസംഗം നടത്തി.